Welcome to this video. നമ്മൾ ഇന്ന് ഐഡിയൽ ഓപ്പറേഷണൽ ആംപ്ലിഫയേഴ്സിനെ കുറിച്ചാണ് സ്റ്റഡി ചെയ്യാൻ പോകുന്നത്. We can say that an operational amplifier is ideal if it offers infinite voltage gain, infinite input impedance and zero output impedance. അതായത് നമുക്കൊരു ഓപ്പറേഷണൽ ആംപ്ലിഫയറിനെ ഐഡിയൽ ആയിട്ട് കൺസിഡർ ചെയ്യാം only when if it offers infinite voltage gain. Infinite voltage gain. Second one, infinite input resistance, input impedance. And third one, if it offers zero output impedance. ഈ മൂന്ന് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ we can say that an operational amplifier is ideal. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ഓപ്പറേഷണൽ ആംപ്ലിഫയറിന് വോൾട്ടേജ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ് ഡിവൈസസ് എന്ന് വിളിക്കാം. വോൾട്ടേജ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ്. Such devices are known as voltage controlled voltage sources. Voltage controlled voltage sources. ഈ ഐഡിയൽ ഓപ്പറേഷണൽ ആംപ്ലിഫയേഴ്സിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ we can use it to perform large number of mathematical operations. അതേപോലെ തന്നെ ഒരുപാട് സർക്യൂട്ട് ഫങ്ഷൻസ് കിട്ടാൻ വേണ്ടിയിട്ടും നമുക്ക് ഓപ്പറേഷണൽ ആംപ്ലിഫയേഴ്സ് ഉപയോഗിക്കാൻ പറ്റും. ഈ ഓപ്പറേഷണൽ ആംപ്ലിഫയേഴ്സിന്റെ ബേസിക് സിമ്പിൾ എന്ന് പറയുന്നത് ഈ കാണിച്ചിട്ട് ഉള്ളതാണ്. അതായത് ഒരു ട്രയാങ്കിൾ വിത്ത് 2 ഇൻപുട്ട് ടെർമിനൽസ് ആൻഡ് വൺ ഔട്ട്പുട്ട് ടെർമിനൽ. രണ്ട് ടെർമിനൽസ് ആണ് ഓപ്പറേഷണൽ ആംപ്ലിഫയേഴ്സ്, രണ്ട് ഇൻപുട്ട് ടെർമിനൽസ് ആണ് ഓപ്പറേഷണൽ ആംപ്ലിഫയേഴ്സിനുള്ളത്. ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ V1 and V2. The first one is a negative terminal and the second one is positive terminal. This negative terminal is known as inverting input terminal. അപ്പോൾ നമ്മൾ ഈ ഒരു ഇൻവേർട്ടിംഗ് ഇൻപുട്ട് ടെർമിനലിൽ ഇൻപുട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് എപ്പോഴും ഔട്ട് ഓഫ് ഫേസ് ആയിരിക്കും. അതായത് ഇൻവേർട്ടിംഗ് ടെർമിനലിൽ അപ്ലൈ ചെയ്ത ഇൻപുട്ടിനെ ഇൻവേർട്ട് ചെയ്തിട്ടായിരിക്കും നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുക. ഇനി രണ്ടാമത്തെ ടെർമിനൽ പോസിറ്റീവ് ടെർമിനൽ ഈസ് നോൺ ആസ് നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ട് ടെർമിനൽ. ഈ ഒരു ടെർമിനലിൽ മാത്രമാണ് നമ്മൾ വോൾട്ടേജ് കൊടുത്തിട്ടുള്ളതെങ്കിൽ ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു ഇൻവേർട്ടഡ് ആയിരിക്കില്ല. ആക്ച്വലി ഒരു ഓപ്പറേഷണൽ ആംപ്ലിഫയറിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഈ രണ്ട് ടെർമിനൽസിലും കൊടുക്കുന്ന ഇൻപുട്ടിന്റെ ഡിഫറൻസ് ആണ് ഔട്ട്പുട്ടിൽ നമുക്ക് ആംപ്ലിഫൈ ചെയ്തിട്ട് കിട്ടുന്നത്. സോ ഇറ്റ് ഈസ് നോൺ ആസ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ. അതായത് നമ്മൾ ഏത് ഇൻപുട്ടും കൊടുത്തു കഴിഞ്ഞാലും അതിന്റെ രണ്ട് ടെർമിനൽസിലും എന്ത് ഇൻപുട്ടാണോ കൊടുക്കുന്നത് അതിന്റെ ഡിഫറൻസ്, ദാറ്റ് ഈസ് ഈ കേസിൽ VI എന്ന് പറയുന്നത് V1 മൈനസ് V2 ആയിരിക്കും. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് VO ഈക്വൽ ടു മൈനസ് AV ഇൻറ്റു VI. ഇത് ഇൻവേർട്ടിംഗ് ഇൻപുട്ട് ടെർമിനൽ മൈനസ് നോൺ ഇൻവേർട്ടിംഗ് ആയതുകൊണ്ടാണ് ഇവിടെ ഒരു മൈനസ് സൈൻ വരുന്നത്. ഇവിടെ കൊടുക്കുന്നത് പോസിറ്റീവായിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് VO ഈക്വൽ ടു മൈനസ് AV ഇൻറ്റു VI, where VI ഈക്വൽ ടു V1 മൈനസ് V2. AV is known as the open loop voltage gain of the ideal operational amplifier. പിന്നെ റൈറ്റ് സൈഡിൽ കാണിച്ചിട്ടുള്ളത് ഇതിന്റെ ഒരു ഇക്വിവാലന്റ് സർക്യൂട്ട് ആണ്. ഒരു ഇൻപുട്ട് സിഗ്നൽ V1 is given to the inverting terminal, another input is given to the non-inverting terminal and it is V2. പിന്നെ ഇതൊരു വോൾട്ടേജ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും. സോ വി വിൽ ഗെറ്റ് an output at the output terminal VO which is equal to minus AV into VI. The output voltage is directly proportional to the difference of the input voltages. ഇതിൽ ഈ കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റിനെയാണ് നമ്മൾ വിളിക്കുന്നത് വോൾട്ടേജ് ഗെയിൻ ഓഫ് ദി ആംപ്ലിഫയർ. ഇനി നമ്മൾ ഐഡിയൽ ഓപ്പറേഷണൽ ആംപ്ലിഫയേഴ്സിന് നമുക്ക് കുറച്ച് പെക്യുലാരിറ്റീസ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് പറയാം. 5 ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് പറയാം. The first one is the voltage gain is infinite voltage gain, that is voltage gain AV tends to infinity. അപ്പോൾ വോൾട്ടേജ് ഗെയിൻ ഇൻഫിനിറ്റി ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് വോൾട്ടേജ് ഗെയിൻ AV ഈക്വൽ ടു ഔട്ട്പുട്ട് വോൾട്ടേജ് VO ഈക്വൽ ടു മൈനസ് AV ഇൻറ്റു VI. അപ്പോൾ അങ്ങനെയാണെങ്കിൽ and we should have the output voltage must be finite. അപ്പോൾ AV ഇൻഫിനിറ്റി ആണ്, വോൾട്ടേജ് ഗെയിൻ ഇൻഫിനിറ്റി ആണ്, ഔട്ട്പുട്ട് വോൾട്ടേജ് ഫൈനൈറ്റും ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ
നമുക്ക് എപ്പോഴും എന്തായിരിക്കണം, ഒരു ഫൈനൈറ്റ് ക്വാണ്ടിറ്റി VO ഈക്വൽ ടു ഫൈനൈറ്റ് ക്വാണ്ടിറ്റി, it is infinite, and then we must have VI equal to VO by AV. Minus VO by AV varum, minus VO by AV. AV is infinite, so finite by infinite, we will get VI equal to 0. അതായത് ഒരു ഐഡിയൽ ഓപ്പറേഷണൽ ആംപ്ലിഫയറിന്റെ ഇൻപുട്ട് വോൾട്ടേജ് 0 ആയിരിക്കും. ദാറ്റ് ഈസ് നമുക്ക് വളരെ ചെറിയ സിഗ്നൽ മാത്രമേ ഇൻപുട്ടിൽ കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ 0 വോൾട്ടേജ് കൊടുത്താൽ തന്നെ നമുക്കൊരു ഫൈനൈറ്റ് ഔട്ട്പുട്ട് കിട്ടുന്നതായിരിക്കും. The second peculiarity അല്ലെങ്കിൽ second characteristic of an ideal op amp is infinite input resistance. RI, input resistance RI tends to infinity. അത് ഇൻപുട്ട് റെസിസ്റ്റൻസ് ഇൻഫിനിറ്റി ആണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ ഒരു സർക്യൂട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ എ കറണ്ട് I1 is flowing into the inverting terminal and a current I2 is flowing into the non-inverting terminal. ഇവിടെ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് ഇൻഫിനിറ്റ് ആയതുകൊണ്ട് പ്രാക്ടിക്കലി നോ കറണ്ട് വിൽ ഫ്ലോ ഇൻ ടു ദി ഓപ്പറേഷണൽ ആംപ്ലിഫയർ. അതായത് ഇൻപുട്ട് റെസിസ്റ്റൻസ് ഇൻഫിനിറ്റ് ആയതുകൊണ്ട് ഇതിൻ്റെ ഓപ്പറേഷണൽ ആംപ്ലിഫയറിനകത്തേക്ക് ഒരു കറണ്ടും ഫ്ലോ ചെയ്യില്ല. So no current enters either of the input terminals. So we'll get I1 equal to, when I1 equal to I2 equal to 0 in order to have resistance infinite, input resistance infinite. Third property in പറയുന്നത് zero output resistance, that is RO equal to, output resistance RO equal to 0. Fourth characteristic is when V1 equal to V2, VO equal to 0. Fourth characteristic is when V1 equal to V2, VO equal to 0. This means that 0 offset. And the fifth property is infinite bandwidth. Infinite bandwidth. Infinite bandwidth means the amplifier responds equally at all frequencies. ഏത് ഇൻപുട്ട് ഫ്രീക്വൻസി കൊടുത്തു കഴിഞ്ഞാലും അതിനൊരു ആംപ്ലിഫൈഡ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും ഓപ്പറേഷണൽ ആംപ്ലിഫയറിന്. So we can say that the ideal op amp has infinite bandwidth. These are the important characteristics of ideal operational amplifier. The first one is the operational amplifier ideal op amp will provide infinite voltage gain. The second one is the ideal op amp has infinite input impedance. The third one is the ideal op amp will provide zero output resistance. Fourth one is when V1 equal to V2, VO equal to 0. This means that 0 offset. And the fifth property is infinite bandwidth, that is the op amp can respond equally well for all frequencies. ഏത് ഫ്രീക്വൻസി ഉള്ള ഇൻപുട്ട് സിഗ്നൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാലും 0 ഫ്രീക്വൻസി അല്ലെങ്കിൽ 1 ഹെർട്സ് ഫ്രീക്വൻസിയുള്ള ഇൻപുട്ട് സിഗ്നലും 1 മെഗാഹെർട്സ് ഫ്രീക്വൻസിയുള്ള ഇൻപുട്ട് സിഗ്നലും ഏത് ഫ്രീക്വൻസിയിലുള്ള ഇൻപുട്ട് സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാലും നമ്മുടെ ഐഡിയൽ op amp will respond equally well. These are the peculiarities or the important characteristics of ideal operational amplifier.